ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നിങ്ങൾക്കറിയാം, എനിക്ക് PCODയുടെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് കാരണം നിറയെ പിമ്പിൾസ് ഇങ്ങനെ വന്നും പോയും നിൽക്കുന്ന ഒരു ഫേസ് ആണ് എന്റേതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതല്ല കേട്ടോ, ഇത്തിരി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. അതിങ്ങനെ പോവും വരും, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ PCOD ഇഷ്യൂസ് ഉള്ളവർക്ക് ഉള്ളൊരു പ്രശ്നമാണ് ഈ ഹോർമോണൽ ആയിട്ടുള്ള ഇത് വരുന്ന സമയത്ത് നിറയെ പിമ്പിൾസ് വരിക എന്നുള്ളത് കേട്ടോ. അപ്പൊ എനിക്ക് അങ്ങനെ തന്നെയാണ്, എനിക്ക് ഇടയ്ക്ക് പിമ്പിൾസ് വരും. പിന്നെ ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവർക്കുള്ളൊരു മെയിൻ പ്രശ്നം, ഈ പിമ്പിൾ വന്നിട്ട് പോയാൽ അത് ഭയങ്കര പാടായിട്ട് ഇങ്ങനെ മൂത്ത് കിടക്കും കേട്ടോ, അതായത് ആക്നെ മാർക്സ് ആയിട്ട്. അപ്പൊ ദേ ഇവിടെയൊക്കെ ഇപ്പോഴും പിമ്പിൾ ചെറുതായിട്ടുണ്ട്, ആക്നെ മാർക്സ് ഉണ്ട്. ഇത് വരും, ഞാൻ മാറ്റിയെടുക്കും, ഒന്ന് ക്ലിയർ ആയി വരുമ്പോഴത്തേക്ക് അടുത്തത് വരും. ഇത് തന്നെയാണ് ഒരു ഇത്. അപ്പൊ ഇതെന്തിനാ ഞാനിവിടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാല്, ഞാൻ എന്റെ പിമ്പിളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്രീമും കാര്യങ്ങളും ഒക്കെ എന്റെ ആക്നി സ്റ്റോറി എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, അതായത് ഓൾറെഡി അതൊരു 360 റുപ്പീസിന് മുകളിലാണ് ആ ഒരു ക്രീമിന്റെ റേറ്റ്. മാത്രമല്ല ഭയങ്കര ക്വാളിറ്റി കുറവാണ്. നമ്മളൊന്ന് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം, ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടൊക്കെ ആ ഒരു ക്രീം കാണുള്ളൂ. അത് കഴിയുമ്പം ആ ക്രീം തീർന്നു പോകും. അപ്പൊ പെട്ടെന്ന് തീരും, റേറ്റ് കൂടുതലാണ്. അപ്പോ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചു, ചേച്ചി അങ്ങനെയല്ലാതെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ കുറച്ചും കൂടെ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആയുർവേദിക് ആയിട്ടുള്ള ക്രീംസ് വല്ലതും കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ളതുണ്ടോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പരീക്ഷിച്ചു നോക്കി, അങ്ങനെ എനിക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു ആയുർവേദിക് ക്രീമാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതെന്താണെന്നുള്ളത് പറയാമല്ലേ. അപ്പോ അധികം വെച്ച് വൈകിക്കാതെ ക്രീം എന്താ എന്നുള്ളത് ആദ്യം പറയാട്ടോ. ഈ ക്രീമിന്റെ പേര് ക്ലിയർ ക്രീം എന്നാണ് പേര്. ഇതൊരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ അധികം ആരും ഈ ഒരു ക്രീമിന്റെ റിവ്യൂ ചെയ്ത് അങ്ങനെ മലയാളത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ നോക്കിയതിൽ ഹിന്ദിയിലൊക്കെയാണ് ഒന്ന് രണ്ട് റിവ്യൂസ് ഞാൻ കണ്ടത്. പിന്നെ ഹിന്ദി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ക്രീമിനെ പറ്റി പറയാനാണെങ്കിൽ, എനിക്ക് ഇങ്ങനെ പിമ്പിൾ വന്ന ടൈമിൽ എൻ്റെ അടുത്ത് കുറേ പേരായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു ക്രീം കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ആയുർവേദിക് ആയിട്ടുള്ള ക്രീം കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആയുർവേദ ഷോപ്പിൽ പോയ സമയത്ത് അവിടെ ഇങ്ങനെ ചോദിച്ചപ്പം അവിടെ ഇരിക്കുന്ന ആളാണ് കേട്ടോ ഈ ഒരു ക്രീം എടുത്തു തന്നത്. അപ്പൊ ഈ ഒരു ക്രീം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ നോക്കിയപ്പോഴും നമ്മുടെ മലയാളത്തിലായാലും ഒന്നും ആരും ഇതിനെക്കുറിച്ച് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി മാത്രമാണ് ഞാനിത് യൂസ് ചെയ്തത്. അപ്പോൾ യൂസ് ചെയ്യുമ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആക്നി സ്റ്റോറിയിൽ കാണിച്ച ആ ഒരു ക്രീം ഉണ്ടല്ലോ, അതിടുമ്പം പെട്ടെന്നാണ് ഡ്രൈ ഔട്ട് ആയി പോകുന്നത്. 1-2 ദിവസത്തിനകത്താണ് നമ്മുടെ പിമ്പിൾ ഡ്രൈ ഔട്ട് ആയി പോകുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് നാച്ചുറൽ ആണ്, ആയുർവേദിക് പ്രോഡക്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഇതൊരു 3-4 ദിവസം എടുക്കുമ്പോഴാണ് കേട്ടോ ഡ്രൈ ഔട്ട് ആയി പോകുന്നത്. പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട്. ഇത് എങ്ങനെയാണ് അപ്പോൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ക്ലിയർ ക്രീം എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു ക്രീം ബേസ് പോലെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഒരിക്കലും ഒരു ക്രീം പോലെ മുഖത്ത് തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. നമ്മളൊരു പാക്ക് പോലെയാണ് ഇത് ഇടുമ്പോൾ മുഖത്തിരിക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ആവില്ല. പക്ഷെ നമ്മളത് കാര്യമാക്കണം, കാരണം 1 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അത് സ്കിന്നിൽ തനിയെ അബ്സോർബ് ആയി പോകും. എന്നോട് ആ മെഡിക്കൽ സ്റ്റോറിലെ ചേട്ടൻ പറഞ്ഞത്, ഇത് നമുക്കൊരു 1/2 മണിക്കൂർ മുഖത്തിട്ടാൽ മതി, അത് കഴിഞ്ഞിട്ട് കഴുകി കളയാന്നാ പറഞ്ഞത്. ഒരു പാക്ക് പോലെ കേട്ടോ, അല്ലാതെ ക്രീം പോലെയല്ല ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഈ ട്യൂബിൽ ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെ ഒരു കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു ക്രീമിന്റെ ഒരു കളർ എന്ന് പറയുന്നത്. കണ്ടോ ഈ ഒരു ക്രീം ഇരിക്കുന്നത്. ഇത് നമ്മൾ തേക്കും തോറും ഇതങ്ങനെ സ്കിന്നിൽ അങ്ങനെ പിടിക്കില്ല. ഇങ്ങനെ ആയി വരികയാണ് കേട്ടോ ചെയ്യണത്. അല്ലാതെ ഇത് ഒരു ക്രീം പോലെ അല്ല പിടിക്കുന്നത്. കണ്ടോ, ഇതൊരു ക്രീം പോലെ അല്ല പിടിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഇത് ഇരിക്കുക കേട്ടോ. ഇങ്ങനെ ആയി വരും കേട്ടോ. നമ്മളിങ്ങനെ ഓരോ വട്ടം ഇത് യൂസ് ചെയ്യും തോറും ഇതിങ്ങനെ പതഞ്ഞ് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. 1-2 മിനിറ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ അങ്ങ് അബ്സോർബ് ആയി പോകും കേട്ടോ. എന്നിട്ട് ഒരു 1/2 മണിക്കൂറാണ്
ആണ് വെക്കേണ്ടത്. പിന്നെ ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്രീം ഇടുമ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് മുഖം നന്നായിട്ട് വിയർക്കും കേട്ടോ. വിയർക്കും. ഇതിപ്പോ എനിക്കിപ്പോ ഓൾറെഡി എല്ലാം തന്നെ വിയർക്കും. ഇനി അതിന്റെ ആണോ അങ്ങനെ ഫീൽ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുത്തിട്ട് അധികം പണിയൊന്നും എടുക്കാതെ ഏതെങ്കിലും ഫാനിന്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിന്റെ ആ ഒരു എഫക്റ്റ് വരുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഇത് വിയർക്കും. പിന്നെ നമുക്ക് നോർമൽ വെള്ളത്തിൽ ഇത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഇത് ഇടുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഒരു ഇച്ചിങ് പോലെ നമുക്ക് തോന്നും. അത് കാര്യമാക്കേണ്ട. അത് ഓൾറെഡി ഈ ഒരു ഇടുന്ന ആ ഒരു ടൈമിലുള്ളൂ. അത് കഴിയുമ്പോൾ അത് മാറും കേട്ടോ. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതില് നമ്മുടെ വേപ്പിലുണ്ട്, കർപ്പൂരമുണ്ട്, തുളസി ഉണ്ട്, അങ്ങനെ പല ഐറ്റംസ് ചേരുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ കണക്ക് ആയുർവേദമാണ്, സയന്റിഫിക് നെയിംസ് ആണ്. അപ്പം എനിക്ക് അതിന്റെ ഒന്നും അറിയില്ല. ബൊട്ടാനിക്കൽ നെയിംസ് നോക്കിയിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇതിലുള്ളത്. നാച്ചുറൽ ആണ്, നമുക്ക് വിശ്വസിച്ച് തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു 3 to 4 days എടുക്കും. അത് പക്ഷെ വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളൊരു അല്ലാതെ ഒരു ഈ ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു മെഡിക്കേറ്റഡ് ക്രീം യൂസ് ചെയ്യുന്നതിലും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ളത് യൂസ് ചെയ്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ പിമ്പിൾ പോവുകയാണെങ്കിലും അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ ഒരു ക്രീമിനെ കുറിച്ച് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു രീതിയിലും ഒരു 1% പോലും ഇത് പിമ്പിൾ മാറ്റും എന്ന് എനിക്ക് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇതൊക്കെ എങ്ങനെയാണ്, എനിക്ക് മറ്റു ക്രീമിൽ അത്രയും വിശ്വാസമായിരുന്നു കേട്ടോ. പക്ഷെ കൊണ്ടുവന്ന് ഇട്ട സമയത്ത് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. കാരണം ഇതൊരു ക്രീം കണക്കല്ല, നമ്മൾ ഇടും തോറും ഇത് പതഞ്ഞ് എന്നുള്ള രീതിയിലാണ് മൂത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ക്യൂരിയോസിറ്റി തോന്നി. പക്ഷെ ഇത് പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആക്നീസ് മാറ്റാനും അതേപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടും ഇത് യൂസ് ചെയ്യണം നല്ലതാണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ ഒരു ക്രീമിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു ക്രീം എങ്ങനെ കിട്ടുകയാണെങ്കിൽ എന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആയുർവേദിക് ആയിട്ടുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ പോയി ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ക്രീം ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ. ക്ലിയർ ക്രീം എന്നാണ് പേര്. ഞാൻ അത്രയല്ലേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാൻ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ വീണ്ടും കാണിക്കട്ടോ. ക്ലിയർ ക്രീം എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. അപ്പോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ. അതുവരെയും ബൈ.